തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847300120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. സ്ത്രീ സുരക്ഷിത കേരളം ലക്ഷ്യം. മന്ത്രി വീണ ജോർജ്. സ്ത്രീ സുരക്ഷിത കേരളം ലക്ഷ്യമെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. സുരക്ഷിത നഗരങ്ങളും സുരക്ഷിത ഗ്രാമങ്ങളുമാണ് ലക്ഷ്യമിടുന്നത്. ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ജെൻഡർ സെൻസിറ്റീവ് സിറ്റി പ്ലാനിംഗ് നടപ്പിലാക്കും. ജെൻഡർ പാർക്ക് ഇതിന് നേതൃത്വം നൽകും. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് ഉള്ള സംസ്ഥാനമാവുകയാണ് 2031 കേരളം ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള ഊർജിതമായ നടപടികൾ വനിതാ ശിശു വികസന വകുപ്പ് സ്വീകരിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ ബിയാൻകോ കാസിൽ ഹാളിൽ നടന്ന സംസ്ഥാനതല സെമിനാറിൽ വിഷൻ 2031 ദർശനരേഖ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിർഭയയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായിട്ട് ഇപ്പോൾ സെൽഫ് ഡിഫൻസ് പോലീസ് സേനാംഗങ്ങളെ ട്രെയിൻ ചെയ്തത് പറഞ്ഞു. അതുപോലെ ധീര സ്കൂളുകളുടെ എല്ലാ സ്കൂളുകളിലും ധീര നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിയണം. സെൽഫ് ഡിഫെൻസ് ആണ്, ബിൽഡിംഗ് അപ്പ് കോൺഫിഡൻസ്. അത് ഒരു ജീവിതത്തെ നേരിടാൻ, വെല്ലുവിളികളെ നേരിടാൻ, പ്രതിസന്ധികളെ നേരിടാൻ പെൺകുട്ടികളിൽ, കുട്ടികളിൽ, സ്ത്രീകളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ വകുപ്പുമായിട്ട് ചേർന്നുകൊണ്ട് ധീര നമുക്ക് എല്ലാ സ്കൂളുകളിലും അതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഞാൻ ബാക്കി പോയിന്റ്സിലേക്ക് സമയപരിധി മൂലം പോകുന്നില്ല. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ വിഷയങ്ങളിൽ ഇവിടെ ബഹുമാനിയായ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു, നമ്മൾ ഇതിനോടകം ഒരു ബാലസുരക്ഷിത കേരളം ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി വളരെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് വളരെ വിശദമായ ചർച്ച നടത്തി പൊതുസമൂഹത്തിലുള്ളവരുമായിട്ട് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായിട്ട് ചർച്ച നടത്തി ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി. ഇത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നമുക്ക് സാധ്യമാകുന്നതല്ല. പക്ഷെ 2031 ആകുമ്പോഴേക്കും കേരളം ബാലസുരക്ഷിത കേരളമായിരിക്കണം. എങ്ങനെയാണ്? വീടുകൾക്കുള്ളിൽ, പൊതു സ്കൂളുകളിൽ, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എവിടെയും സുരക്ഷിതനായിട്ടുള്ള കുട്ടികൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അവർ സുരക്ഷിതരായിരിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ വലിയൊരു ഡോക്യുമെൻ്റാണ്. അത് ഓരോ മാസവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ഒരു പ്രോഗ്രസ് സംബന്ധിച്ച റിപ്പോർട്ട് വകുപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ, ഇപ്പം സെപ്റ്റംബർ മാസത്തിൽ എന്തായിരുന്നു നമ്മുടെ ടാർഗറ്റ്, നമ്മൾ എത്ര അച്ചീവ് ചെയ്തു, ഒക്ടോബറിൽ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്തു എന്നുള്ള പ്രോഗ്രസ് നേരിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് അതിൽ റിവ്യൂ ചെയ്യുന്നത്. അത് 2031 ആകുമ്പോഴേക്കും ഒരു ബാലസുരക്ഷിത കേരളം എന്നുള്ളത് നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിയും. ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഗ്രോത്ത് സംബന്ധിച്ച് ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയാണ്. നമുക്ക് 1000 ദിവസം പ്രോഗ്രാമുണ്ട്. 1000 അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് ഉണ്ടാകുന്ന സമയം മുതൽ 2 വയസ്സ് വരെയുള്ള. അപ്പോൾ 1000 ദിവസം പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞ് എത്തപ്പെടുന്നത് അങ്കണവാടികളിലേക്കാണ്. ഈ കാലഘട്ടത്തിൽ മുട്ടയും പാലും ആഹാരം അവകാശമല്ല, ആഹാരം അവകാശമാണ്. പോഷകാഹാരം ഇറ്റ്സ് എ റൈറ്റ് ഓഫ് ദ ചൈൽഡ്. പോഷകാഹാരം കുട്ടിയുടെ അവകാശമാണ് എന്നുള്ളതാണ് നമ്മളുടെ കാഴ്ചപ്പാട്. മുട്ടയും പാലും അങ്കണവാടികളിലൂടെ ആദ്യ വർഷം 62 കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ വെച്ചത്. അത് നമ്മൾ കൊടുത്തു തുടങ്ങി. ആദ്യം 2 ദിവസമായിരുന്നു മുട്ട, 2 ദിവസം പാൽ, ഇപ്പോൾ 3 ദിവസം മുട്ട, 3 ദിവസം പാലും നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ കുറേ ഇൻ്റർവെൻഷൻ പ്ലാൻസും ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയട്ടെ. അട്ടപ്പാടി ഒരു ഘട്ടത്തിൽ 29 ആയിരുന്നു അവിടുത്തെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇപ്പോൾ നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞല്ലോ, കേരളത്തിലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇപ്പോൾ 5 ആണ്. അമേരിക്കൻ ഐക്യനാടുകളേക്കാൾ കുറവാണ്. അമേരിക്കൻ ഐക്യനാടുകളുടേത് 5.6 ആണ്, നമ്മുടേത് 5 ആണ്. ചരിത്രത്തിലെ ഏറ്റവും ലോവസ്റ്റ് ആണ്. ഇതിലും കുറയ്ക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. നിയോനെറ്റൽ മോർട്ടാലിറ്റിയും നവജാത ശിശു മരണ നിരക്കും നമ്മുടേത് കുറവാണ്. 3 to 4, ലോവസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി, ലോവസ്റ്റ് ഇൻ ദ കൺട്രി. ബട്ട് വി ഹാവ് ടു
better our position. നമ്മുടെ ഗാർഹിക അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് തൊഴിലുറപ്പാക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കും. വിജ്ഞാന കേരളവുമായി സഹകരിച്ച് നൈപുണിക പരിശീലനവും അതോടൊപ്പം ഉപജീവനം ഉറപ്പാക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. അതിക്രമങ്ങൾക്കിരയാകുന്നവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. ഗാർഹിക പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് 77 സർവീസ് പ്രൊവൈഡർമാരെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. NGOകളെ കൂടി ഇതിന്റെ ഭാഗമാക്കി. ആഭ്യന്തര വകുപ്പ് എല്ലാ ജില്ലകളിലും വനിതാ പോലീസ് സ്റ്റേഷൻ തുടങ്ങുകയും പോലീസ് സേനയിലെ വനിതാ പ്രാതിനിധ്യം 11% ഉയർത്തുകയും ചെയ്തു. അത് 50% എത്തിക്കുകയാണ് ലക്ഷ്യം. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം എല്ലാ സർക്കാർ ഓഫീസുകളിലും ആഭ്യന്തര സമിതികൾ രൂപീകരിച്ചു. 2026 എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റികൾ ഉറപ്പാക്കും. സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള നടപടികൾക്ക് റീജിയണൽ ഓഫീസുകൾക്ക് പകരം ജില്ലാ തലങ്ങളിൽ സംവിധാനമുണ്ടാക്കി. സ്ത്രീധനത്തിനെതിരെ കേരളത്തിന്റെ ജാഗ്രതയോടെയുള്ള പൊതുബോധം ശക്തമായ നിലപാടുകൾ എടുക്കണമെന്ന് മന്ത്രി പറഞ്ഞു. കുറുക്കോളി മൊയ്തീൻ MLA ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. വനിതാ ശിശുവികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് വകുപ്പിന്റെ കഴിഞ്ഞ ദശകത്തിലെ നേട്ടങ്ങൾ അവതരിപ്പിച്ചു. വനിതാ ശാക്തീകരണം, തൊഴിൽ പ്രാതിനിധ്യം എന്ന വിഷയത്തിൽ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ റോസക്കുട്ടി ടീച്ചർ, സ്ത്രീ സൗഹൃദ കേരളം എന്ന വിഷയത്തിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി, ശിശുവികസനം കേരള മാതൃക 2031 എന്ന വിഷയത്തിൽ മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം മൃദുലീപൻ എന്നിവർ മോഡറേറ്ററായി ചർച്ചകൾ നടന്നു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്.